എല്ലാവർക്കും നമസ്കാരം. ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് ജെൻ AI, അതിന്റെ ഒരു വരവിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഈ ലേഖനങ്ങളും കുറച്ച് നോട്ട്സും ഒക്കെ നോക്കിയപ്പോൾ ശരിക്കും ഇതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണെന്ന് തോന്നുന്നു, അല്ലേ? വെറുമൊരു ടെക്നോളജി എന്നതിനപ്പുറം നമ്മുടെ ചിന്തകളെ, ജോലിയെ ഒക്കെ മാറ്റാൻ കഴിവുള്ള ഒന്ന്. അതെ, ശരിയാണ്. പ്രത്യേകിച്ച് 2022 നവംബർ ആ ChatGPT വന്നതിന് ശേഷം ലോകം വല്ലാതെ മാറി. സത്യം പറഞ്ഞാൽ ഇന്റർനെറ്റ് വന്നതിന് ശേഷം ഒരുപക്ഷേ ഇത്രയും വലിയൊരു ചലനമുണ്ടാക്കിയ വേറൊരു ടെക്നോളജി ഉണ്ടോന്ന് സംശയമാണ്. ഭയങ്കര വേഗതയാണ്, ഭയങ്കര സ്വാധീനമാണ്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഈ ഉറവിടങ്ങൾ വെച്ച് ഈ മാറ്റങ്ങൾ എത്രത്തോളം വലുതാണെന്നൊന്ന് നോക്കാം. തീർച്ചയായും. നമ്മുടെ ഒരു ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഈ ടെക്നോളജിയുടെ സാധ്യതകളും പിന്നെ ചില പേടികളും വെല്ലുവിളികളുമൊക്കെ ഉണ്ട്. അതൊക്കെ ലളിതമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്കിതിൽ നിന്ന് എന്തെടുക്കാം, അതാണ് പ്രധാനം. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? ശരി. ഈ രേഖകളിൽ എടുത്തു പറയുന്നൊരു കാര്യം ഈ 2022 നവംബർ തന്നെയാണ്. ChatGPT എല്ലാവർക്കും ഉപയോഗിക്കാൻ കിട്ടിയ ആ ഒരു സമയം അതൊരു വഴിത്തിരിവായിരുന്നു. സാധാരണ ഒരാൾക്ക് പോലും എന്താ പറയുക, AI-യുടെ ഒരു ശക്തി മനസ്സിലാക്കാൻ പറ്റി. കോഡിംഗ് എഴുതാൻ, ഇമെയിൽ ഉണ്ടാക്കാൻ, എന്തിനധികം 2 സാധനങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ പോലും ChatGPT സഹായിക്കും. AI-യുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ശാരീരികമായ അധ്വാനം മാത്രമല്ല, നമ്മുടെ ബൗദ്ധികമായ അധ്വാനത്തെയാണ് കൂടുതൽ ബാധിക്കുന്നത്. നിങ്ങളുടെ ഒരു സോഴ്സിൽ പറയുന്നൊരു കാര്യം രസകരമാണ്. ഞാൻ പറയുമ്പോഴേക്കും ജോലി നടക്കണം എന്ന് പണ്ട് ആഗ്രഹിച്ചിടത്ത് നിന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ജോലി നടക്കണം എന്നൊരു കാലത്തേക്ക് നമ്മൾ പോവാണ്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ. ആ പ്രയോഗം ശരിക്കും കൊള്ളാം. അത്ര എളുപ്പമാവുമോ കാര്യങ്ങൾ? പക്ഷേ ഈ എളുപ്പമാവുന്നതിന്റെ കൂടെ വലിയൊരു പേടിയും വരുന്നുണ്ട്. നിങ്ങളുടെ ഉറവിടങ്ങൾ അത് വ്യക്തമായി പറയുന്നുണ്ട്. ജെൻ AI കാരണം ഒരുപാട് ജോലികളില്ലാതാവും. അതിലൊരു സംശയവുമില്ല എന്നാണ് ലേഖകൻ പറയുന്നത്. ചില അനുഭവങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ. അതെ, വളരെ വളരെ കൃത്യമായൊരു ഉദാഹരണം പറയുന്നുണ്ട്. സ്വന്തം അനുഭവം. 2012 ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഓൺലൈൻ പരീക്ഷ നടത്തണം. മൂഡിൽ എന്നൊരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് പേപ്പർ പരീക്ഷയായിരുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഡിജിറ്റലായിട്ട് മൂഡിലേക്ക് മാറ്റണം. അതിനുവേണ്ടി പുസ്തകങ്ങളും വെബ്സൈറ്റുമൊക്കെ നോക്കി ഒരു എക്സൽ ടൂളൊക്കെ ഉണ്ടാക്കി. ഏകദേശം ഒരു 6-7 പേര് 2 ദിവസം മുഴുവൻ ഇരുന്നു. അപ്പോഴാണ് ഈ ചോദ്യങ്ങൾ മൂഡിലേക്ക് മാറ്റാൻ പറ്റിയത്. അതായത് ഒരു 50-60 മണിക്കൂറിന്റെ പണി. ഓഹോ, അത്രയും സമയം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി. അപ്പൊ ChatGPT വന്നതിന് ശേഷം? അതാണ് രസം. ഈ അടുത്ത സമയത്ത് ഒരു 4 ആഴ്ച മുൻപ് ഇതേ ആള് ChatGPT 4 ഉപയോഗിച്ച് ഒരു പരീക്ഷണം നടത്തി. 100 ആപ്റ്റിറ്റ്യൂഡ് ചോദ്യങ്ങൾ വേണം. അതിൽ 40 എളുപ്പമുള്ളത്, 30 മീഡിയം, 30 ടഫ്, അങ്ങനെ തരം തിരിച്ച് മൂഡിലേക്ക് നേരിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റുണ്ട്, GIFT ഫോർമാറ്റ്. അതിൽ കിട്ടണമെന്ന് പറഞ്ഞു. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, വെറും 10 മിനിറ്റ്. ആ 10 മിനിറ്റിനുള്ളിൽ ChatGPT ആ ഫയൽ റെഡിയാക്കി കൊടുത്തു. 10 മിനിറ്റോ? എവിടെ 50-60 മണിക്കൂർ, എവിടെ 10 മിനിറ്റ്? ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്തായിരിക്കും? എന്താണിത് ശരിക്കും അർത്ഥമാക്കുന്നത്? ഇതർത്ഥമാക്കുന്നത് ആവർത്തന സ്വഭാവമുള്ള ജോലികൾ, പിന്നെ ഒരു പരിധിവരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ, അതിൻ്റെയൊക്കെ ഭാവി എന്താവുന്നുള്ളതാണ്. ആ ഉദാഹരണത്തിൽ തന്നെ 6-7 പേരുടെ 2 ദിവസത്തെ ജോലിയാണ് പോയത്. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഡേറ്റ എൻട്രി, റിപ്പോർട്ട് ഉണ്ടാക്കൽ, കസ്റ്റമർ സർവീസ് കോളുകൾ കേട്ട് അതിൻ്റെ സമ്മറി ഉണ്ടാക്കൽ, ഇങ്ങനെയുള്ള ഒരുപാട് ജോലികൾക്കിത് ബാധകമാവാം. റിക്രൂട്ട്മെന്റ് ടീമിൻ്റെ കാര്യം തന്നെ. റെസ്യൂമെ നോക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ ഇപ്പം തന്നെ AI ഉപയോഗിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇന്റർവ്യൂ നടത്താൻ പോലും AI വന്നേക്കാം. അപ്പോൾ ആ ടീമിന്റെ ആവശ്യമെന്താവും? അതുപോലെ കത്തുകളുണ്ടാക്കാൻ പണ്ട് ഒരു എക്സൽ ടൂൾ ഉപയോഗിച്ചിരുന്നു എന്നും പറയുന്നുണ്ടല്ലോ. അതും ഇപ്പോൾ വേണ്ടാതായി എന്ന്. അതെ, പലതരം കത്തുകൾ, ഓഫർ ലെറ്റർ, അറിയിപ്പുകൾ, അതൊക്കെ ഓരോരുത്തർക്കും വേണ്ടി പേഴ്സണലൈസ് ചെയ്ത് ഉണ്ടാക്കാൻ ഒരു എക്സൽ സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ChatGPT-യോടൊരു ചെറിയ പ്രോംപ്റ്റ് കൊടുത്താൽ മതി, അത് വേണ്ട പോലെ കത്തുകൾ ഉണ്ടാക്കി തരും. അതുമാത്രമല്ല, ആ ചാറ്റ് ഹിസ്റ്ററി തന്നെ ഒരു ഡേറ്റാബേസ് പോലെയും റിപ്പോർട്ടിംഗ് ടൂൾ പോലെയും ഒക്കെ ഉപയോഗിക്കാം. അതായത് ഒരൊറ്റ ടൂൾ പല പണി ചെയ്യുന്നു. നമ്മൾ കമ്പ്യൂട്ടറുമായി സംസാരിക്കുന്ന രീതിയും മാറുമെന്ന് പറയുന്നുണ്ടല്ലോ. ഈ GUI, അതായത് സ്ക്രീനിൽ നോക്കി ക്ലിക്ക് ചെയ്യുന്ന രീതി മാറി വോയിസ് യൂസർ ഇന്റർഫേസ്,
അതായത് സംസാരം വഴി കാര്യങ്ങൾ നടത്തുന്നത് കൂടുമെന്ന്. അതെങ്ങനെയാണ് ജോലിയെ ബാധിക്കുക? അതൊരു പ്രധാന മാറ്റം തന്നെയാവും. ഇപ്പോൾ നമ്മൾ ഡേറ്റ എൻട്രി ചെയ്യുന്നത് കീബോർഡും മൗസും ഒക്കെ വച്ചല്ലേ സ്ക്രീനിലെ ഫോം ഫില്ല് ചെയ്യും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കസ്റ്റമർ സർവീസ് ഏജന്റും ഒരു കസ്റ്റമറും തമ്മിലുള്ള ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നു. ആ സംഭാഷണത്തിൽ നിന്ന് വേണ്ട വിവരങ്ങൾ, പേര്, അഡ്രസ്സ്, എന്താണ് പ്രശ്നം, എന്ത് പരിഹാരം പറഞ്ഞു, ഇതൊക്കെ AI-ക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് ഏജന്റ് അത് വീണ്ടും ടൈപ്പ് ചെയ്ത് സിസ്റ്റത്തിലിടുന്നത്? ആ ജോലി AI ചെയ്തോളും, ചിലപ്പോൾ കൂടുതൽ കൃത്യമായിട്ട്. ഏകദേശം ഒരു 30 വർഷം മുൻപ് കമാൻഡ് ലൈൻ, ആ കറുത്ത സ്ക്രീനിൽ ടൈപ്പ് ചെയ്യുന്ന രീതി മാറി GUI വന്ന പോലെ. GUI-യും ഉടനെ പോകുമെന്നാണോ? ഉറവിടത്തിലൊരു വാദം. അടുത്ത 5 വർഷത്തിനുള്ളിൽ GUI ഒരുപക്ഷേ കാലഹരണപ്പെട്ടേക്കാമെന്നാണ്. ചിലപ്പോൾ അത്ര പെട്ടെന്നായില്ലെങ്കിലും VUI, അതായത് വോയിസ് വഴിയുള്ള ഇടപെടൽ കൂടും. അതിൽ സംശയമൊന്നുമില്ല. കാരണം അത് കൂടുതൽ എളുപ്പമാണ്, കൂടുതൽ നാച്ചുറലാണ്. ഇത് ഡേറ്റ എൻട്രി ജോലിയെ മാത്രമല്ല, സോഫ്റ്റ്വെയർ എങ്ങനെ ഉണ്ടാക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെയൊക്കെ മാറ്റും. ഡേറ്റ എൻട്രി, എഴുത്ത്, ഇതൊക്കെ ഓക്കെ. പക്ഷെ സിനിമ നിർമ്മാണം വരെ AI ഏറ്റെടുക്കുമെന്നൊരു പരാമർശം ഇതിലുണ്ട്. കഥ, തിരക്കഥ, കാസ്റ്റിംഗ്, സെറ്റ് ഡിസൈൻ എല്ലാം AI ചെയ്യും, മനുഷ്യന്റെ ഒരാവശ്യവുമില്ലാതെ. സിനിമ, ഇത് കുറച്ച് കടന്നുകൈയായി തോന്നുന്നു. ശരിയാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു അതിശയോക്തി തോന്നാം. കാരണം നമ്മൾ കരുതുന്നത് ഈ കല, ക്രിയേറ്റിവിറ്റി ഒക്കെ മനുഷ്യന്റെ മാത്രം കാര്യമാണെന്നാണ്. എന്നാൽ AI-ക്ക് പാറ്റേണുകൾ പഠിക്കാൻ പറ്റും, വലിയ അളവിലുള്ള ഡേറ്റ അനലൈസ് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് പുതിയത് ജനറേറ്റ് ചെയ്യാനും ഒരു പരിധിവരെ പറ്റും. ഇപ്പോൾ തന്നെ AI സംഗീതമുണ്ടാക്കുന്നുണ്ട്, ചിത്രം വരയ്ക്കുന്നുണ്ട്. സിനിമയുടെ ഓരോ ഭാഗവും, തിരക്കഥയുടെ ഘടന, ക്യാമറ ആംഗിൾ, എഡിറ്റിംഗ് സ്റ്റൈൽ, ഇതൊക്കെ ഡേറ്റയായിട്ട് പഠിക്കാൻ AI-ക്ക് കഴിഞ്ഞാൽ ഒരു പുതിയ സിനിമ ഉണ്ടാക്കാൻ ഒരുപക്ഷെ അതിന് സാധിച്ചേക്കാം. പൂർണ്ണമായും മനുഷ്യനില്ലാതെ ഒരു സിനിമ, അത് ചിലപ്പോൾ കുറച്ചുകൂടി ദൂരെ ആയിരിക്കാം. പക്ഷേ സിനിമ ഉണ്ടാക്കുന്നതിലെ പല സ്റ്റെപ്പുകളിലും AI-ക്ക് വലിയ റോള് വരും, ഉറപ്പാണ്. അപ്പോ ഈ മാറ്റങ്ങളൊക്കെ വരുമ്പോ നമ്മളിപ്പോൾ ഭയങ്കര സംഭവമായിട്ട് കരുതുന്ന പല കഴിവുകളും, സ്കിൽസ്, അതിനൊന്നും നാളെ വിലയുണ്ടാവില്ലേ? ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഇപ്പോൾ വലിയ തരംഗമാണല്ലോ. AI-യോട് കറക്റ്റായിട്ട് ചോദ്യം ചോദിക്കാനുള്ള കഴിവ്, അതും കുറച്ചു കാലത്തേക്കേ ഉണ്ടാവൂ. അതിനൊരു സാധ്യതയുണ്ട് എന്നാണ് ലേഖനം പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് ഗൂഗിൾ വന്ന സമയത്ത് എങ്ങനെ നന്നായി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം എന്നതിന് ചില പ്രത്യേക സ്കിൽസ് വേണമായിരുന്നു. സെർച്ച് സ്ട്രിംഗ് ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് ഒരു വിലയുണ്ടായിരുന്നു. പക്ഷെ ഗൂഗിൾ തന്നെ കൂടുതൽ സ്മാർട്ടായപ്പോൾ ആ സ്കില്ലിൻ്റെ ആവശ്യം കുറഞ്ഞു. നമ്മൾ സാധാരണ ഭാഷയിൽ ചോദിച്ചാൽ മതി. അതുപോലെ AI കൂടുതൽ നമ്മുടെ സംസാരം മനസ്സിലാക്കാൻ പഠിക്കുമ്പോൾ ചിലപ്പോൾ ഈ പ്രത്യേക രീതിയിൽ പ്രോംപ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ല. AI നമ്മളെ അങ്ങോട്ട് മനസ്സിലാക്കും. വേറെ ഏതൊക്കെ സ്കിൽസാണ് ഒരുപക്ഷെ ആവശ്യമില്ലാതാവുന്നത്? ഡ്രൈവറില്ല കാർ വന്നാൽ പിന്നെ ഡ്രൈവിംഗ് പഠിക്കേണ്ട കാര്യമുണ്ടോ? വീടൊക്കെ 3D പ്രിന്റ് ചെയ്തുണ്ടാക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ മേസ്തിരിപ്പണി, പ്ലംബിംഗ്, വയറിംഗ്, ഇതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ രീതി മാറാം. ആ ടെക്നോളജി ഓപ്പറേറ്റ് ചെയ്യാനുള്ള അറിവായിരിക്കും പ്രധാനം. AI കോഡ് എഴുതാൻ തുടങ്ങിയാൽ പ്രോഗ്രാമിംഗ് സ്കിൽസ്, അതിൻ്റെ ഫോക്കസ് മാറും. ഓൺലൈൻ ഷോപ്പിംഗ് വന്നപ്പോൾ നമ്മൾ വിലപേശുന്നത് കുറഞ്ഞില്ലേ? അതുപോലെ സോഷ്യൽ മീഡിയ കാരണം നേരിട്ട് സംസാരിക്കാനുള്ള കഴിവ് കുറയുന്നുവെന്നും ഒരു വാദമുണ്ട്. അപ്പോ കഴിവുകൾ സ്ഥിരമല്ല, അത് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഈ മാറ്റത്തിന്റെ വേഗതയെക്കുറിച്ച് പറയുമ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നൊരു വാക്ക് നിങ്ങളുടെ രേഖകളിൽ വരുന്നുണ്ട്. ഗൂഗിളിന്റെ വില്ലോ എന്നൊരു ചിപ്സെറ്റ് സാധാരണ സൂപ്പർ കമ്പ്യൂട്ടറിന് കോടിക്കണക്കിന് വർഷം വേണ്ട ഒരു കണക്ക് മിനിറ്റുകൾ കൊണ്ട് ചെയ്തുവെന്ന്. എന്താണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്? ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അത് ഇപ്പോഴും റിസർച്ചിലാണ് കൂടുതലും. പക്ഷെ അതിന്റെ ശക്തി ഭയങ്കരമാണ്. സാധാരണ കമ്പ്യൂട്ടർ ബിറ്റ്സ് ഉപയോഗിക്കുന്നു, 0 അല്ലെങ്കിൽ 1. ക്വാണ്ടം കമ്പ്യൂട്ടർ ക്യൂബിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് ഒരേ സമയം 0-ഉമാകാം, 1-ഉമാകാം, അല്ലെങ്കിൽ രണ്ടിനുമിടയിലുള്ള ഒരു അവസ്ഥയിലുമാകാം. ഇത് കമ്പ്യൂട്ടിംഗ് പവറിൽ ഒരു വൻ കുതിച്ചുചാട്ടമുണ്ടാക്കും. ഗൂഗിൾ ചെയ്ത ആ കണക്ക് 10 സെപ്റ്റിലിയൻ വർഷം വേണ്ടിവരുന്നത് 5 മിനിറ്റിൽ ചെയ്തുവെന്ന്. എന്താണ് ഈ സെപ്റ്റിലിയൻ? ഒന്ന് വിശദീകരിക്കാമോ? നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയ സംഖ്യയാണ്. 1 കഴിഞ്ഞ് 24 0. എത്ര വലുതാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സെക്കൻഡിൽ 1 വെച്ച് എണ്ണാൻ തുടങ്ങിയാൽ പോലും 1 ട്രില്യൺ 12 0 എത്താൻ ഏകദേശം 31,000 വർഷമെടുക്കും. അപ്പോ ഈ സെപ്റ്റിലിയൻ എത്താൻ
നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഇപ്പോഴത്തെ പ്രായം ഏകദേശം 13.8 ബില്യൺ വർഷമാണ്. അതിന്റെ 2000 ഇരട്ടിയിലധികം കാലം എണ്ണണം. അങ്ങനെയുള്ളൊരു കണക്കാണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടർ വെറും മിനിറ്റുകൾ കൊണ്ട് ചെയ്തത്. ഹോ, അവിശ്വസനീയം. അപ്പോ ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ശരിക്കും വന്നാൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ജെൻ AI-യുടെ വളർച്ചയൊക്കെ ഒരു തുടക്കം മാത്രമായിരിക്കുമോ? തീർച്ചയായും. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വന്നാൽ ഇന്നത്തെ AI-ക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. പുതിയ മരുന്ന് കണ്ടുപിടിക്കുക, കാലാവസ്ഥ മാറ്റം കൃത്യമായി പ്രവചിക്കുക, പുതിയ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്യുക, അങ്ങനെ പലതും. നമ്മൾ ജെൻ AI-യുടെ സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അതിനും അപ്പുറം ഒരു ലോകം വരുന്നുണ്ട് എന്നാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സൂചിപ്പിക്കുന്നത്. ഈ ടെക്നോളജിയുടെ വളർച്ചയുടെ വേഗത ശരിക്കും പേടിപ്പിക്കുന്നതാണ്. ഈ ടെക്നോളജിയുടെ കുതിപ്പിനിടയിൽ ലേഖകൻ കുറച്ച് വ്യക്തിപരമായ ഒരു ആശങ്ക പറയുന്നുണ്ട്. ഓട്ടോമേഷൻ കൂടുമ്പോൾ ഈ മനുഷ്യബന്ധങ്ങളിലെ ഒരു വൈകാരികമായ അടുപ്പം അതില്ലാതാവുമോ? ഒരു സ്വന്തം അനുഭവം പറയുന്നുണ്ടല്ലോ. അതെ, അതൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റാണ്. പുള്ളിക്ക് പണ്ട് പുതുവർഷമൊക്കെ ആവുമ്പോൾ കോൺടാക്റ്റുകൾക്ക് ആശംസ അയക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. തുടക്കത്തിൽ എല്ലാവരെയും BCC വെച്ച് ഒറ്റ മെസ്സേജ് അയക്കും. അപ്പോൾ സ്വാഭാവികമായും വളരെ കുറച്ചു പേരെ മറുപടി തരുള്ളൂ. പിന്നെ ഒരു 14 വർഷം മുൻപ് ഇതൊന്ന് പേഴ്സണലൈസ് ചെയ്യാൻ ഒരു എക്സൽ ടൂൾ ഉണ്ടാക്കി. ആളുകളുമായി സംസാരിക്കുമ്പോൾ അവരുടെ ഭാര്യ, മക്കൾ, അവരുടെ പേരുകളൊക്കെ നോട്ട് ചെയ്യുന്നൊരു ശീലം പുള്ളിക്കുണ്ടായിരുന്നു. ആ വിവരങ്ങളൊക്കെ ഈ എക്സൽ ഷീറ്റിൽ ചേർത്തു. ഓഹോ, എന്നില്ല ആ ടൂൾ വെച്ചിട്ട് ആ ടൂൾ ഉപയോഗിച്ച് ഓരോരുത്തർക്കും വേണ്ടി ഒരു കസ്റ്റമൈസ്ഡ് മെസ്സേജ് ഉണ്ടാക്കും. ഉദാഹരണത്തിന് ഹായ് പേര്, ഹാപ്പി ന്യൂ ഇയർ, ഭാര്യ പേര്, മകൾ പേര് എന്നിവർക്കും ആശംസകൾ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അയച്ചപ്പോൾ മറുപടി തരുന്നവരുടെ എണ്ണം ഏതാണ്ട് 0 നിന്ന് 40-50%. കാരണം അത് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് അവർക്ക് തോന്നി. അത് കൊള്ളാമല്ലോ. പക്ഷെ പുള്ളി അവിടെ നിർത്തിയില്ലല്ലേ? ഇല്ല. അടുത്ത സ്റ്റെപ്പായിട്ട് പുള്ളി ആലോചിച്ചത് ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ ഒക്കെ നോക്കി ആളുകളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ എടുക്കുക. ഈയിടെ എവിടെയെങ്കിലും യാത്ര പോയോ, പുതിയ ജോലി കിട്ടിയോ, കുട്ടികൾക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിയൽ ടൈമായി എടുത്ത് അതും കൂടി ചേർത്ത് ഒരു ഭയങ്കര പേഴ്സണൽ മെസ്സേജ് ഓട്ടോമാറ്റിക്കായി അയക്കുന്ന ഒരു സിസ്റ്റം. ഹായ് അജയ്, ഹാപ്പി ന്യൂ ഇയർ, ഭാര്യ സോനലിനും മകൾ അഞ്ജലിക്കും ആശംസകൾ. നിങ്ങൾ ഡിസംബർ 21 ക്രിക്കറ്റ് മാച്ച് കാണാൻ പോയെന്ന് കണ്ടു, എൻജോയ് ചെയ്തു എന്ന് കരുതുന്നു. ലിങ്ക്ഡിനിലെ ആ പുതിയ പ്രോജക്റ്റിനെക്കുറിച്ചുള്ള പോസ്റ്റ് കലക്കി എന്നൊക്കെ. എന്നിട്ട് അത് ചെയ്തില്ല. എന്താ കാരണം പുള്ളിക്ക് തോന്നി ഇങ്ങനൊരു മെസ്സേജ് കിട്ടിയാൽ അതെത്ര പേഴ്സണലാണെന്ന് തോന്നിയാലും ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു മെഷീൻ ഉണ്ടാക്കിയതാണെന്ന് ആൾക്ക് മനസ്സിലായാൽ അതിന്റെ ആത്മാർത്ഥത പോയില്ലേ. പിന്നെ ഒരുപക്ഷെ ആരും മറുപടി പോലും തരില്ല. സൗകര്യം കൂടുമ്പോ, കാര്യക്ഷമത കൂടുമ്പോ ആ മനുഷ്യന്റെ ഒരു ടച്ച്, ആ ഒരു വികാരം അത് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഓട്ടോമേഷന്റെ ഈ വളർച്ച വികാരങ്ങളുടെ അവസാനമായിരിക്കും എന്ന് ലേഖകൻ പറയുന്നത്. ഇതൊരു ഡാർക്ക് സൈഡാണ്. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാര്യക്ഷമതയ്ക്ക് വേണ്ടി നമ്മൾ മനുഷ്യബന്ധങ്ങളെ വെറും യാന്ത്രികമാക്കുകയാണോ? അപ്പോൾ ഈ വെല്ലുവിളികളും സാധ്യതകളുമൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇതിനെ സമീപിക്കേണ്ടത്? മുന്നോട്ടു പോകാൻ എന്തെങ്കിലും വഴികൾ ഈ ഉറവിടങ്ങളിൽ പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ. ഒന്ന്, ഏതെങ്കിലും ഒരു പ്രത്യേക ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഡൊമെയിൻ എടുക്കുക. അവിടെ നിലവിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ AI ഉപയോഗിച്ച് കോസ്റ്റ്, അതായത് പ്രവർത്തന ചെലവ് നന്നായി കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഉദാഹരണത്തിന് ഒരു AI സെയിൽസ് ഏജന്റ് അല്ലെങ്കിൽ AI കസ്റ്റമർ സർവീസ് ഏജന്റ്. ഇത് നിലവിലുള്ള ബിസിനസ്സുകൾക്ക് ഉപകാരപ്പെടും. ശരി. രണ്ടാമത്തെ നിർദ്ദേശം, അത് സുസ്ഥിര വികസനം, സസ്റ്റൈനബിലിറ്റിയുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ അത് കുറച്ചേ ഉള്ളൂ, അത് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ AI-ക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? 2 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് കൃഷിയുമായി ബന്ധപ്പെട്ടത്. അതെ, ഇപ്പൊ ചില സ്ഥലങ്ങളിൽ മണ്ണിന്റെ ഈർപ്പം നോക്കി വെള്ളം നനയ്ക്കുന്ന സിസ്റ്റമുണ്ട്. പക്ഷെ അതെപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. ഓരോ ചെടിക്കും ചിലപ്പോൾ വേറെ വേറെ അളവിൽ വെള്ളം വേണ്ടിവരും. ഇവിടെ പറയുന്ന ആശയം, ഒരു ക്യാമറ വെച്ച് ഓരോ ചെടിയുടെയും ഇലയുടെ ഫോട്ടോ എടുക്കുന്നു. ആ ഡാറ്റ ഒരു AI എഞ്ചിൻ നോക്കുന്നു. ഇലയുടെ നിറം, വാട്ടം ഇതൊക്കെ നോക്കി ഏത് ചെടിക്കാണ് ശരിക്കും വെള്ളം വേണ്ടെന്ന് AI കണ്ടുപിടിക്കും. എന്നിട്ട് സോളാർ പവർ വെച്ച് പ്രവർത്തിക്കുന്ന ചെറിയ പമ്പുകൾ ഉപയോഗിച്ച് ആ ചെടിക്ക് മാത്രം ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കും. ഇത് വെള്ളം പാഴാക്കുന്നത് ഒരുപാട് കുറയ്ക്കും. ഇത് ശരിക്കും നല്ലൊരു ആശയമാണല്ലോ.
പ്രത്യേകിച്ച് ഇന്ത്യ പോലെ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ. രണ്ടാമത്തെ ഉദാഹരണം എന്തായിരുന്നു? AI സിസ്റ്റത്തിലേക്ക് അയക്കുന്നു. AI ആ ചിത്രം നോക്കിയിട്ട് പറയും ഇത് എത്ര സീരിയസ് ആണ്. ഇതൊരു വലിയ തീപിടുത്തമാണെങ്കിൽ ഇത് 911 അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ എമർജൻസി നമ്പർ കാറ്റഗറിയാണ്. എന്നിട്ട് ഉടനെ ഫയർഫോഴ്സിന് മെസ്സേജ് പോകും, ഇത്ര ഗാലൻ വെള്ളമുള്ള വണ്ടി വേണം. ആംബുലൻസിന് മെസ്സേജ് പോകും, ആളുകൾക്ക് അപകടം പറ്റിയിട്ടുണ്ട്. പോലീസിന് വിവരം പോകും. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട്. അതല്ല, റോഡിൽ കുറച്ച് ചപ്പുചവറ് കിടക്കുന്ന ഫോട്ടോ ആണെങ്കിൽ അത് 311 പോലുള്ള സാധാരണ കംപ്ലയിന്റ് സിസ്റ്റത്തിലേക്ക് വിടും. അതായത് സാഹചര്യത്തിന്റെ ഗൗരവമനുസരിച്ച് കറക്റ്റ് ആൾക്കാരിലേക്ക് കറക്റ്റ് വിവരമെത്തിച്ച് ആക്ഷൻ എടുക്കാൻ AI സഹായിക്കുന്നു. ഇത് സമയവും ലാഭിക്കും, റിസോഴ്സും ലാഭിക്കും, അല്ലേ? തീർച്ചയായും. റെസ്പോൺസ് ടൈം കുറയും. കയ്യിലുള്ള വണ്ടികളും ആൾക്കാരെയും ഏറ്റവും ആവശ്യമുള്ള സ്ഥലത്ത് ആദ്യം എത്തിക്കാൻ പറ്റും. ഈ 2 ഉദാഹരണങ്ങളും കാണിക്കുന്നത് വിഭവങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗിക്കുക, ഒപ്റ്റിമൈസ് ചെയ്യുക. അതാണ് AIയുടെ ഒരു വലിയ സാധ്യത. അപ്പോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ ഒരു ചുരുക്കം എന്താണ്? ജെൻ AI എന്നത് വെറുമൊരു ബസ് വേർഡല്ല. ഇത് നമ്മുടെ ലോകത്തെ ശരിക്കും മാറ്റാൻ കഴിവുള്ള ഒന്നാണ്. ഇത് നമ്മുടെ ജോലിയെ, നമുക്ക് വേണ്ട സ്കിൽസിനെയൊക്കെ പുനർനിർവചിക്കും. അതേസമയം ഈ കാര്യക്ഷമതയ്ക്കും സൗകര്യത്തിനും പിറകെ പോകുമ്പോൾ ആ മനുഷ്യബന്ധങ്ങളുടെ ഒരു ആത്മാർത്ഥത, ഒരു ചൂട്, അത് നഷ്ടപ്പെടുമോ എന്ന് പേടിയുണ്ട്. ഇതുണ്ടാക്കുന്ന സാമൂഹികവും ധാർമ്മികവുമായ ചോദ്യങ്ങൾ വളരെ വലുതാണ്. എന്നാൽ മറുവശത്ത് നമ്മുടെ വിഭവങ്ങൾ നന്നായി ഉപയോഗിക്കാനും സുസ്ഥിരമായ നല്ല കാര്യങ്ങൾ ചെയ്യാനും പുതിയ സാധ്യതകൾ കണ്ടെത്താനും AIക്ക് പറ്റുമെന്നതും നമ്മൾ കാണണം. ശരിയാണ്. അപ്പോ ഈ വിശകലനം നിങ്ങൾക്ക് ജെൻ AIയെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായൊരു ധാരണ തന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഉറവിടങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണിത്. പോകുന്നതിന് മുൻപ് ഒരു കാര്യം, ഒരു ചോദ്യം നിങ്ങൾക്കായി വിടുന്നു. ഈ ടെക്നോളജിയൊക്കെ ഇങ്ങനെ കുതിച്ചു പാഞ്ഞു വരുമ്പോൾ മനുഷ്യരായ നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന, ഒരു മെഷീനും പകരം വയ്ക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള കഴിവുകൾ എന്തൊക്കെയായിരിക്കും? ഈ സഹാനുഭൂതി, ക്രിയാത്മകത, വിമർശനാത്മകമായി ചിന്തിക്കാനുള്ള കഴിവ്, ശരിതെറ്റുകൾ തിരിച്ചറിഞ്ഞ് തീരുമാനമെടുക്കാനുള്ള കഴിവ്, ഇതിൻ്റെയൊക്കെ പ്രാധാന്യം ഭാവിയിൽ കൂടുമോ? അല്ലെങ്കിൽ ആ യഥാർത്ഥ മനുഷ്യബന്ധങ്ങളുടെ ഒരു ഊഷ്മളത അതെങ്ങനെ നമുക്ക് നിലനിർത്താൻ പറ്റും? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കും ആഴത്തിൽ ചിന്തിക്കാവുന്നതാണ്.